സ്റ്റാർട്ട് ആവുന്ന വെൽക്കം ബാക്ക്. റിയാസാണ്, നിയാസാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് കോൾഡ് സ്റ്റാർട്ടാണ്. ഹാഫ് ഓട്ടോറിക്ഷ അപ്പോൾ അതെ പിയാജോയുടെ, അതെ 4 വർഷമായിട്ട് നമ്മൾ നിർത്തിയിട്ട് പിയാജോയുടെ ഹാഫോടെ ഓട്ടോറിക്ഷയാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് സൈറ്റിൽ കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് വണ്ടിയാണെന്ന് പറഞ്ഞത്. ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോ അതുപോലെയല്ല, നമ്മളിത് ഒരു വെറൈറ്റി ഒക്കെ ചെയ്യാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവസ്ഥക്കില്ല, വളരെ ശോചനീയമാണ്. ബാക്കറുണ്ട് ഫുള്ള് മണലൊക്കെയാണ്. ആപ്പേ കെട്ടമ്പി അടി മൊത്തം തുരുമ്പാണല്ലോ ഗൈസ്. അടിപൊളി എഞ്ചിനാണല്ലോ. ഇതിൽ 435cc എഞ്ചിനിൽ 8 PS പവർ വരുമെന്നും ഗൈസ് സ്റ്റാർട്ട് ആവുന്ന ഉറപ്പില്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ആക്കിയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഡീസൽ കൊടുത്തിട്ടില്ല. വണ്ടിയിലുണ്ടാവും പ്രതീക്ഷിക്കാം. ഡീസൽ നോക്കി ഓയിലുണ്ട്, നോക്കി ഒരാൾ ഡീസലുണ്ട്, നോക്കി എല്ലാം നോക്കി. എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പരിപാടി എടുക്കുന്നുണ്ട്. 10 ലിറ്ററിൻ്റെ ടാങ്ക് കണ്ടോ? പച്ചള്ളാണോ സംശയം? സ്റ്റാർട്ട് ആവണില്ലേ? ഓയിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഡീസൽ വയ്ക്കാം. അടുത്ത ഘട്ടം ഡീസൽ. മണലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. എന്താ കുറച്ചുണ്ടോ? കുറച്ചുണ്ട്. ഇല്ലേ നമുക്ക് ഡീസൽ എത്തിക്കാം. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്നാൽ ഈ ബാറ്ററി എടുക്കല്ലേ? അതെ, ഡീസൽ ഉണ്ടല്ലേ? ബാറ്ററി എടുക്കാം. ചാവില്ലടാ അതിന്. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. എനിക്ക് എഞ്ചിൻ ഉണ്ടാക്കട്ടെ ആദ്യം, എന്നിട്ട് ചാവി നോക്കാം. നമുക്ക് പരിഹാരം നോക്കാം. എത്ര വർഷമായതാണ്? 4 വർഷം. 4 വർഷമായിട്ട് നിർത്തിയിട്ട വണ്ടി. ഒരു പഴയ കണ്ടിട്ട് അമ്മാനെ കാലത്തുള്ള വണ്ടി. BS3 മോഡൽ ഓട്ടോ. നേരത്തോ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി തെർമൽ ഒരു തെർമൽ കാണുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് തെർമിനൽ കൂടി കാണാനില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വണ്ടിയുടെ ബോഡിൻ്റെ ഇറക്കാക്കി കൊടുക്കാൻ പോവാണ്. ഏതെങ്കിലും ഞെട്ടൂരിയ കൊടുക്കാനേ. അവിടെ അടിമക്കാട്ടോ ചെല്ലേ പൊളിച്ചോ ഡയറക്റ്റ് മതിയാവോ? വയ്ക്കാം. തെർമൽ കൊടുത്ത് വെക്കാം. ഉണ്ടാക്കല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കൊടുക്കാം. അത് വണ്ടിക്ക് കറുത്ത് കൊടുത്തില്ലേ? ചെറിയ അത് ഷോർട്ടാക്കി ബാറ്ററി ഇത് കാണോട്ടെ എന്നാ പറയാം. ഇതാണ് നമ്മുടെ അവസ്ഥ. വീട്ടിലൊന്നോ കാട്ടുണ്ടോ?
രണ്ടോടൊക്കെ നന്നാക്കി കുറെ മുമ്പ് പിന്നെന്തേത് പിന്നെ ഇങ്ങനെ ആരെ ഓട്ട വിടുക ആരിടും പിന്നെ ഫുഡൊക്കെ വെച്ചിട്ടാണ് ബാക്കി ഇറത്ത് കൊടുക്കാൻ ഒരു നെറ്റ് കിട്ടാൻ വേണ്ടി തരികയാണ്. കംപ്ലീറ്റ് പൂർണ്ണ പക്ഷേ ഒരു നെറ്റ് പോലും നല്ലതില്ല. എല്ലാം ബ്രേക്ക് തൽക്കാലം ഇവിടെ കൊടുക്കാം അല്ലേ. ഇത് പ്ലസ് മൈനസ് അത് മൈനസ് തന്നെയാണ്. അത് വയറിൻ്റെ കളർ നോക്കണ്ട. കളർ നോക്കണ്ട ഗൈസ്. കളർ നോക്കണ്ട. കളർ നമ്മുടെ അടുത്തുള്ള വയർ കൊടുക്കുകയാണ്. വേണ്ടേ ബാറ്ററിൻ്റെ പോസിറ്റീവ് മുണ്ടാട്ടുണ്ട് ഗൈസ്, മുണ്ടാട്ടുണ്ട്. സെൽഫ് മോട്ടറിന് ചെറിയ കളക്കുണ്ട്. ചെറിയ കളക്കുണ്ട്. അങ്ങനെ പച്ച മേടിച്ചാ നോക്കാം. അല്ലടാ വണ്ടി ചാടും. ന്യൂട്രല്ല ന്യൂട്രാക്കാൻ കഴിയുമോ? ന്യൂട്രൽ അറിയോ? ന്യൂട്രൽ പോയിന്റ് കൂടെ കാണുന്നുണ്ട്. ന്യൂട്രൽ പോയിന്റ് ഒക്കെ കാണുന്നുണ്ട്. ന്യൂട്രൽ എന്താ ഇത് കേബിൾ. പിന്നെ ഇത് ഡീകംപ്രഷൻ ചെയ്തിട്ടാണ് അടിച്ചത്. അപ്പം നമ്മൾ ഇതാണ് ഡീകംപ്രഷൻ കേട്ടോ. ഡീകംപ്രഷൻ്റെ ഇറങ്ങണ്ടോ? വാണിറങ്ങിയ കമ്പനിക്ക് വാ. അപ്പോൾ ഡീകംപ്രഷൻ ഒന്ന് വലിച്ചു പിടിച്ചിട്ടേ നമുക്കൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം എന്താ പാട്. സെൽഫ് മോട്ടർ എന്നൊരു മുണ്ടുണ്ട്. പുകണ്ടോ? ഒരു കോടമഞ്ഞൊന്നും ഇല്ല. ഒരു കോടമഞ്ഞും ഇല്ലല്ലേ. ഇതിന് കുറച്ചേരം വെച്ച് നോക്കും. കംപ്രസറായിട്ട് വന്നു. പക്ഷേ വേറൊന്നുണ്ട്. ഡീസൽ എന്താ പാട് എന്നുള്ളത് ഡീസലും കൂടി ചെക്ക് ചെയ്യണം. നോ മാൻ സ്റ്റക്കാകും. അല്ലെങ്കിൽ 24 കൊടുക്കേണ്ടി വരുമോ? നമുക്ക് ഡീസലിൻ്റെ പമ്പിങ് ഉണ്ടോ നോക്കാം. ഡീസൽ ഉണ്ടല്ലേ ഇതിൽ? ഡീസൽ ഉണ്ടല്ലേ? ഒന്ന് റൗണ്ട് ചെയ്തേക്കല്ലേ, ഒന്ന് ക്രാങ്ക് ചെയ്തേക്കല്ലേ. 24 കൊടുക്കേണ്ടി വരും ബാറ്ററി. അതിട്ട് ക്രാങ്ക് ചെയ്തേക്കല്ലേ. നാല് വിളിച്ചോളൂ. കുറച്ചേരം പിടിച്ചു പോകും. ആയിരം ടൈം റെഡിയാ? ക്ലച്ച് പിടിച്ചാ ക്ലച്ച് പിടിച്ചാ. ഒരു ഇപ്പം നോട്ടാ ഒന്ന് നോക്കട്ടെ കേട്ടോ. ആ മുട്ടിച്ച പോസിറ്റീവ് മുട്ടിച്ച കിട്ടില്ലല്ലോ. ആ ട്രെയിനല്ലേ ഇജ് അവിടെ ഒഴിവാക്കിയാ അവിടെ മുട്ടിച്ചില്ല ലാഭം. മറ്റെന്തായാലും ഇവിടെ കുടിക്കാത്ത ഇവിടെ മുട്ടി കുറച്ച് റിസ്ക്. കേബിളൊക്കെ വർക്ക് ചെയ്തല്ലേ? കേബിള് ഇതൊക്കെ കിട്ടുന്നുണ്ട്. ആ ക്ലച്ചിൻ്റെ കേബിള് ചെറിയൊരു ഇതുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.
സോളിനോട് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ. ഓക്കെ, ഈ ബാറ്ററിൻ്റെ പോസിറ്റീവ് ഈ ലൈനിൽ പോസിറ്റീവ്. ആ പോസിറ്റീവ് ഒന്ന് ഒട്ടിച്ച് നോക്കാം. നിൽക്ക് വീണ്ടും ന്യൂട്രൽ കിടക്കും. ഒരു മിനിറ്റ്, ഒന്നുകൂടി തിരിച്ചാൽ അപ്പുറത്ത് തന്നെ മേലേക്ക് ന്യൂട്രൽ ഒന്നുകൂടി തിരിച്ചാൽ അടിക്കല്ലോ. ആ ഇപ്പം എന്താ പാടി? മോട്ടർക്ക് ചാടണുണ്ട്. ഒരു മിനിറ്റ് കുഞ്ഞിപ്പോ ഇതിൽ അതിലെന്താ പാടി? അതിലടിച്ചാ ഡീസൽ വരവ് തന്നെയാ. വെള്ളം മിക്സ് ആകുന്നുണ്ടോ? വെള്ളം മിക്സ് ചെയ്യുന്നതിൽ വെള്ളം കഴിഞ്ഞ ഉള്ളത് ഒന്നുകൂടെ അടിച്ചാറാ. കേട്ടോ അടിച്ചോ. കോടമഞ്ഞ് വരുന്നുണ്ടല്ലേ? പിന്നെ ഫിൽറ്ററൊന്ന് ഒഴിവാക്കി കൊടുത്താലേ ഒന്നുകൂടി എയർ നല്ല കൊടുത്തോളൂ. മറ്റത് എയർ കുറേശ്ശെ എടുക്കും. ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ. ലൂസാക്കണം. ഫിൽറ്റർ ഒഴിവാക്കിയാണ്. അനിപ്പാ ഒന്ന് അടിക്കും. കംപ്രഷൻ ആ കോടമഞ്ഞ് വരുന്നുണ്ടല്ലേ ഇതിലൊന്ന്. ജയ് വേറെ എന്തെങ്കിലും ബോഡി നോക്കി മാറ്റിയോ എത്തോ? ഒരു നെട്ടെങ്കിൽ ലൂസുള്ള വേണ്ടേ നമുക്ക് ഇടത്ത് കൊടുക്കാൻ? വേറെ ഏതെങ്കിലും നെറ്റ് എടുത്ത് വയ്ക്കാൻ? വേറെ ഏതെങ്കിലും നെറ്റ് എടുത്ത് ഇഞ്ചക്ടറിന്റെ എയർ ഒഴിവാക്കട്ടത്. കുറേ ദിവസം ഉണ്ടാക്കുന്നില്ലേ? അതിപ്പോൾ ഡയറക്റ്റാണ് കൊടുക്കണേ. ചാവി വെച്ചല്ല കൊടുക്കണേ. ചാവിൻ്റെ കണക്ഷനിലല്ല കൊടുക്കണേ, ഡയറക്റ്റ് കൊടുക്കണേ. ഡയറക്റ്റ് കൊടുത്ത് നോക്കണം. കുഞ്ഞി പോരിട്ട് അടിയിലൊന്ന് പമ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ലിഫ്റ്റും വരുന്നുണ്ട്. ജെറ്റിൽ ഇറങ്ങിക്കോട്ടെ.
24 കൊടുത്താൽ റെഡിയോ? 24 കൊടുക്കാം. ഇത് ഓഫാക്കി ചാകുമ്പോഴാണെങ്കിൽ കൊണ്ടെന്ന് വെച്ചാ ഉന്തി കൊണ്ടെന്ന് വെച്ചല്ലേ അപ്പം 12 വോൾട്ട് പോരാ, 24 വോൾട്ട് കൊടുത്താൽ മാത്രമേ സ്റ്റാർട്ട് ആവുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ 24 കൊടുത്താൽ വേണ്ടി പോകാം. സ്വന്തമായിട്ട് 24 ഇല്ലാത്തതുകൊണ്ട് അതേമാതിരി കക്കോടെ നോക്കാം. റെഡി? കൊടുക്കല്ലേ? 24 ഉണ്ട്, പക്ഷേ അടിച്ചു അടിച്ചാ ഇവിടെ ഗ്ലാസിന് കൂടെ കണ്ണ് കാണണ്ടേ? സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ആയി.